നമസ്കാരം. സംവിധായകൻ മേജർ രവിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. നമസ്കാരം. ആദ്യം തന്നെ താങ്കളെ ചുറ്റിപ്പറ്റി ഒരു വിവാദം ഇപ്പോൾ വികസിച്ചു വരുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ 22-ാം തീയതി ഹിന്ദു മാധ്യമ സമ്മേളനത്തിൽ ഹിന്ദുത്വം എങ്ങനെ വിനോദ വ്യവസായത്തിൽ സന്നിവേശിപ്പിക്കാമെന്ന വിഷയത്തിൽ താങ്കൾ സംസാരിച്ചുവെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഹിന്ദുത്വ ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സിനിമ എടുക്കാൻ തനിക്ക് ധൈര്യം പകരും എന്നുമുള്ള താങ്കളുടെ പ്രസ്താവനയാണ് ചർച്ചകളിൽ വരുന്നത്. ദേശീയത മുഖ്യ വിഷയമായിട്ടാണ് താങ്കളുടെ എല്ലാ സിനിമകളും തന്നെ വന്നിട്ടുള്ളത്. ഹിന്ദുത്വ ആശയത്തോട് ഇത്രയധികം അഭിരമിക്കാനുള്ള തത്രപ്പാട് താങ്കൾക്കുണ്ടോ? ആദ്യമായിട്ട് എനിക്കിതിൽ യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ സംബോധനയെക്കുറിച്ച് സംസാരിക്കാനോ. പക്ഷേ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഹിന്ദുത്വ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ വിച്ച് യു സെറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഹിന്ദു എക്കണോമിക് ഫോറം അല്ലെങ്കിൽ ഹിന്ദു കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടെ മഹാഭാരതമോ അല്ലെങ്കിൽ ഭാഗവതോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് അല്ലാതെ അവിടെ ദർ ആർ ഫോറംസ് വിച്ച് ഈസ് എക്കണോമിക്കൽ ഫോറം, സോഷ്യൽ ഫോറം, കൾച്ചറൽ മീഡിയ. ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ ഫോറങ്ങളെ കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റിയിലോട്ട് നയിക്കാം. ആൻഡ് വാട്ട് ആർ ദ ഡ്രോബാക്സ്, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരിക്കുന്ന എന്തുകൊണ്ട് നമ്മുടെ എക്കണോമി ഹാസ് ഫോളൻ ഡൗൺ, ഇതിനൊക്കെ റിവൈവ് ചെയ്യാനുള്ളൊരു സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. സോ ദർ ആർ ഗുഡ് സ്പീക്കേഴ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. 50 രാജ്യങ്ങളിൽ നിന്ന് വന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് എല്ലാവരും ഹിന്ദുക്കളെല്ലാം വന്നിട്ട് സംസാരിക്കുന്നത്. ദേ ആർ ഓൾ സ്കോളേഴ്സ് ഹു കം ആൻഡ് എക്സ്പ്ലെയിൻ ടു യു. സോ നമ്പർ 1, ആ കൺഫ്യൂഷൻ ഞാൻ ആദ്യം മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ഭാഗവത ക്ലാസ്സോ അല്ലെങ്കിൽ രാമായണ ക്ലാസ്സോ അല്ലാതെ. പിന്നെ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇന്ന് ഹിന്ദുക്കളടക്കം നമ്മൾ വിവരമുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫാക്റ്റുണ്ട്. ഹിന്ദു എന്ന് പറയുന്നൊരു മതമല്ലാതെ ഇറ്റ് ഈസ് എ സംസ്കാരം. ഇതൊരു സംസ്കാരം നമ്മൾ കൊണ്ടുനടത്തുന്നു. അതിനകത്ത് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അതിലെല്ലാം വിശ്വസിക്കുന്ന, ആ സംസ്കാരത്തിൽ വിശ്വസിക്കുക. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നെല്ലാം പഠിച്ചിട്ടുള്ള കാര്യം, ദർ ആർ സെർട്ടൻ സംസ്കാരം. അതെല്ലാം പറയാനുള്ള സമയമില്ല ഇവിടെ. ആ പറഞ്ഞതിനുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സൗണ്ട് ആരും കേട്ടിട്ടില്ല. ഈ അക്യൂസിഷൻ പറയുന്നത് നിങ്ങൾ മീഡിയക്കാരെല്ലാം ഒരു യഥാർത്ഥമായിട്ടുള്ള മീഡിയക്കാർ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ ആ പ്രൂഫ് എടുക്കും, എന്നിട്ടത് ഇട്ടിട്ട് സാർ ഈ പറഞ്ഞത് ശരി തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എനിക്കൊരു കോളും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് നെക്സ്റ്റ് ആ ഫോം അറ്റൻഡ് ചെയ്തിട്ട് പിന്നീട് ഞാൻ ഹൈദരാബാദ് പോലീസ് അക്കാഡമിയിൽ ക്ലാസ് എടുക്കാൻ പോയിരിക്കണം. ദാറ്റ് ഈസ് കൗണ്ടർ ടെററിസം അണ്ടർ കോവേർട്ട് ഓപ്പറേഷൻ എന്നുള്ളതായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഞാനൊരു ദിവസം ക്ലാസ് എടുത്ത് തിരിച്ചിവിടെ എത്തുമ്പോഴാണ് ഇങ്ങനൊരു വൈൽഡ് ഫയർ. ഐ നെഗ്ലക്റ്റഡ്. ഈ സംഭവം എനിക്കിത് പുതുമയാണ്. എൻ്റെ സിനിമകൾ കൊണ്ട് നമ്മൾ ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ള കൾച്ചറൽ വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ സിനിമകളെ കൊണ്ട് ഞാൻ എന്ത് കൾച്ചറൽ വാല്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അത് വരുന്ന സമയത്ത് കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ഒരു പട്ടാളക്കാരനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നുമില്ല. ഞങ്ങളുടെ പട്ടാളത്തിനകത്തിരിക്കുന്നത് ഒരമ്പലത്തിൻ്റെ ഒരു കൂര എന്ന് പറയുന്നതിൽ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരേ എൻട്രിയിലോട്ട് കയറി ചെന്ന് പ്രാർത്ഥിച്ചിറങ്ങി പോകുന്ന സംസ്കാരമാണ് ഞങ്ങൾ ശീലിച്ചിട്ടുള്ളത്. സോ വി ഡോണ്ട് ഹാവ് എനി കാസ്റ്റ് ഓഫ് ക്രീഡ്. ഇതാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഹിന്ദു മഹാസമ്മേളനത്തിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊരു വർഗീയനായി എന്നും പറഞ്ഞിട്ടൊക്കെ സ്റ്റാമ്പ് അടിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ദാറ്റ്. പക്ഷേ ഈ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ കാര്യം, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇനി ഭയക്കാതെ സിനിമ എടുക്കാം എന്ന് പറഞ്ഞോ ഇല്ലയോ? യെസ്, ആ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങൾ ചോദിച്ച ഫസ്റ്റ് ചോദ്യത്തിൻ്റെ എനിക്ക് എല്ലാം ഇപ്പോൾ മനസ്സിനകത്തുണ്ട്. ഐ വിൽ ഗിവ് യു 1 by 1 ആൻസർ. നരേന്ദ്രമോദി ഇപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇതിനകത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കീർത്തിചക്ര എന്നാണ് എൻ്റെ സംസാരം തുടങ്ങുന്നത്. ഞാൻ ഈ കീർത്തിചക്ര സിനിമ എടുത്തതിന് ശേഷം എങ്ങനെ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ എനിക്കത് കൺവേ ചെയ്യാൻ സാധിച്ചു. കാരണം ഇന്ത്യയിലെ മുസ്ലിംസ് എന്നുള്ള ഒരു വിഭാഗത്തിനെ പലരും മിസ്ഗൈഡ് ചെയ്തുകൊണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ള ഫോഴ്സുകൾ വന്നുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ടൊരു ചായ്മ ഉണ്ടാക്കുന്നതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഡയലോഗുകളാണ്. കാരണം പാകിസ്ഥാനീസ് ഒരിക്കലും ഇന്ത്യൻ മുസ്ലിംസിനെ മുസ്ലിംസായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ള ഞാൻ കീർത്തിചക്രയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ശരി, അവർക്ക് ഒരു ഇന്ത്യൻ മരിച്ചു എന്നുള്ളതാണ്. ഈ സന്ദേശമാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചത്. അത് കൊടുത്തിട്ടുണ്ട്, അത് ശരിയായിട്ട് എത്തിയിട്ടുമുണ്ട്. പിന്നെ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞു. നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിനെ ഞാൻ ചാനലിൽ ഇരുന്നിട്ട് തന്നെയാണ് പറയുന്നത്. ഐ അപ്രീഷിയേറ്റ് ഹിം ആസ് എ വണ്ടർഫുൾ പ്രൈം മിനിസ്റ്റർ ഹും ഐ ആസ് എൻ ഇൻഡിവിജ്വൽ ഐ ബിലീവ്. അതെൻ്റെ ബിലീഫാണ്. എനിക്കതിനകത്ത് നിങ്ങളത് പാർട്ടിപരമായി എനിക്ക് ഇന്നേ വരെ ഒരു പാർട്ടി ഉണ്ടായിട്ടില്ല. ഇന്ന് നിങ്ങളെന്നെ പല പാർട്ടിയായിട്ടും വിളിച്ചോളൂ. നരേന്ദ്രമോദി വന്നതുകൊണ്ട് എനിക്ക് പടം എടുക്കാം ധൈര്യമായിട്ട് എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഞാൻ പറഞ്ഞു 62 വാറിൻ്റെ സിനിമ എടുക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത്
ഞാനിവിടെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് സഡൻലി ഐ ഗെറ്റ് എ കോൾ ഫ്രം ഡൽഹി. ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ നിന്ന് കോൾ വരികയാണ്, എന്നെ അവിടെ വിളിക്കുന്നു. ഞാനവിടെ വിളിച്ച ശേഷം IAS ലെവലിലുള്ള 2 എൻ്റെ അടുത്ത് മെയിൽ അടക്കം ഉണ്ടതിൻ്റെ പ്രൂഫ് നിങ്ങളുടെ അടുത്ത് നാളെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മെയിലുണ്ട്. ദേ വോണ്ട് ടു മേക്ക് എ ഫിലിം ഓൺ ദിസ് തിങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ്, ഐ എം പ്ലാനിങ് ടു മേക്ക് ദിസ് ഫിലിം. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇഫ് ഐ മേക്ക് ദാറ്റ് ഫിലിം, there are a lot of things which will come out because during 1962 war, Congress was ruling. So there will be a lot of facts which will be coming out. What happened? ഈ സംസാരത്തിന് ശേഷം 8 മാസം ഓരോരോ മെയിലായിട്ട് ഈ സിനിമ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. ഇതിൻ്റെ കൊണോട്ടേഷനിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്ക് ദേശസ്നേഹങ്ങളുള്ള സിനിമകൾ എടുക്കണമെങ്കിൽ, ഫാക്റ്റായിട്ട് എടുക്കണമെങ്കിൽ, നരേന്ദ്രമോദി ഭരിക്കുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് ചങ്കൂറ്റത്തോടുകൂടി പടങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. ഇപ്പോൾ ഗുജറാത്ത് കലാപം, അതുപോലെ തന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ച, ഇതേക്കുറിച്ച് ഒട്ടും തന്നെ ആശങ്കാകുലനാകാതിരിക്കുകയും അപ്പുറത്ത് കിടക്കുന്ന ആദ്യം തന്നെ നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങളാണല്ലോ പരിഹരിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ഇതായിരിക്കും മറ്റൊരു രാജ്യം നമ്മളോട് സദാ ഏറ്റുമുട്ടലിന് സന്നദ്ധമായിരിക്കുന്നു, അവർ നമ്മുടെ ആളുകളെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുന്നു. ഈ ആശങ്ക ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആഴത്തിൽ അറിവുള്ള താങ്കൾക്കുണ്ടായത്? ബിക്കോസ് ഞാനൊരു പട്ടാളക്കാരനായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കീർത്തിചക്ര എന്നുള്ള സിനിമയുടെ കഥയിൽ അതൊരു ട്രൂ സ്റ്റോറിയാണ്. ബിക്കോസ് ആക്ച്വലി ആ ഓപ്പറേഷൻ നടത്തിയത് ഞാനായിരുന്നു. ഈ സമയത്ത് നിങ്ങളതിൽ കാണുന്ന ആ ഓൾഡ് സ്ത്രീ, വയസ്സായിട്ടുള്ള സ്ത്രീയും അവരുടെ 3 പെൺകുട്ടികൾ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ മാറിയോടെ നിന്നിട്ട് ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വയസ്സായ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഞാൻ എൻ്റെ കമാൻഡോസിൻ്റെ അടുത്ത് പറഞ്ഞു, ആ സ്ത്രീയുടെ അടുത്ത് മാറിയിരിക്കാൻ പറയാം, നമ്മൾ ഇത്ര നേരം പലതും ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. സോ ജസ്റ്റ് ആസ്ക് ടു ഗിവ് വി ആർ കളക്ടിങ് ഓൾ ദീസ് തിങ്സ്. ഞങ്ങൾ ഡെഡ് ബോഡീസ് കളക്ട് ചെയ്തിട്ട് അവിടെ വയ്ക്കുന്നു. അവരുടെ കയ്യിലുള്ള പൈസ, ആംസ് ആൻഡ് ആമിനേഷൻ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് അവിടെ വെക്കുന്ന സമയത്ത് ഈ സ്ത്രീ ഇവരെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് എന്നെ നേരെ കയറി പിടിച്ചിട്ട് എൻ്റെ കാല് പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാലെന്ന് പറഞ്ഞാൽ വൈറ്റ് ഹെയർ ആയിട്ടുള്ള എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ പ്രായമാണ് അന്നത്തെ സമയത്ത്. ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, മാജി ഏസാ മത് കറോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആ ചെലിയെ ജായി ആൻസർ ഇല്ല, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, യു ഷുഡ് ലിസൺ ടു ദാറ്റ്, പറ്റുമെങ്കിൽ ലോകത്തിൻ്റെ ഇത് പറ. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു സിനിമാക്കാരനാകുമെന്നുള്ളൂ, അതൊരു സിനിമ ആക്കാൻ പറ്റുമെന്ന്. കാരണം ഒരുപക്ഷെ ആ സിനിമയുടെ വിജയം അതുപോലുള്ള ആ ഉമ്മയുടെ ഒരു അനുഗ്രഹമായിരിക്കാം. അന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ ചിന്തിച്ചിരിക്കുന്നതും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഈ മിലിറ്റൻസി എന്നൊക്കെ പറയുന്നത് ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ്, ഇവിടുത്തെ പിള്ളേരുടെ ഒരു റിബലിയസ്നെസ് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രി നടന്നത് എന്താണെന്നുള്ളറിയോ? അവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, എൻ്റെ വീട്ടിൽ കയറി വന്നിരിക്കുന്ന കാശ്മീരി മിലിറ്റൻസ് അല്ല, ഇന്ത്യക്കാർ മുസ്ലിംസ് അല്ല, ഇത് അഫ്ഗാനിസ്ഥാൻ ജയിലിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് എൻ്റെ പിള്ളേരെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് റേപ്പ് ചെയ്തിരിക്കുന്നത്. ആ റേപ്പ് ചെയ്യുന്ന സമയത്ത് എന്നെക്കൊണ്ട് ചാപ്പാടുണ്ടാക്കാൻ പറഞ്ഞു, ഞാൻ അത് അടക്കം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് ഞാൻ കെഞ്ചി പറഞ്ഞു, നമ്മളെല്ലാം ഇസ്ലാം അല്ലേ എന്നുള്ളത്. ആ സമയത്ത് അവരെനിക്ക് ഉത്തരം തന്ന്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഇസ്ലാം അല്ല എന്നുള്ളത്. ഇത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ലേ ഇതെനിക്ക് ഞാനൊരു സിനിമയായിട്ട് വന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ 18 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിത് സിനിമയായിട്ട് എടുക്കുന്നത്. ഈ സമയത്ത് ഈ ആശയം ഞാൻ വിചാരിച്ചു, ഒരു പക്ഷേ ആ സ്ത്രീ, ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, പറ്റുമെങ്കിൽ ഇത് നിങ്ങൾ ലോകത്തിനടുത്ത് പറയും. എങ്ങനെ നരേന്ദ്രമോദിയെ, ഒരു പ്രദേശത്ത് ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയ നരേന്ദ്രമോദിയെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് ഏറ്റവും വലിയ മാതൃകയാക്കാൻ കഴിയുന്നു? എനിക്ക് മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാജ്യത്തിൻ്റെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുള്ള പല പ്രൈം മിനിസ്റ്റേഴ്സുണ്ട്. ഞാനതിന് മുന്നേ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനാണ് രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അതല്ല എൻ്റെ സെൻറ്റിമെൻറ്റ്സ്. പക്ഷേ ഇന്ന് ഞാൻ പട്ടാളത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം 10-12 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഭരണം നടക്കുന്നുണ്ട്, ആര് ഭരിക്കുന്നു എന്നുള്ളത് തന്നെ എനിക്ക് ഉറപ്പില്ല. അങ്ങനെ കണ്ടിട്ടുള്ള പെട്ടെന്ന് ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു പ്രധാനമന്ത്രി എന്നുള്ളൊരു വ്യക്തി പുറത്തു പോയി നിന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത്, ആ രാജ്യങ്ങളടക്കം സല്യൂട്ട് അടിക്കുന്ന കാണുന്ന സമയത്ത്, അത് മറന്നുകൊണ്ട് നമ്മളിവിടെ ഒരു ഗോദ്ര കലാപം ഉണ്ടായി, അല്ലെങ്കിൽ മറ്റത് ബാബറി മസ്ജിദ് ചെയ്തിട്ടുള്ളത് ഇന്ന ആളാണെന്നുള്ളതൊന്നല്ല ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം. എൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു ആളാണ് അവിടെ നിന്നിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഈ പ്രലോഭനത്തിന് വഴിപ്പെട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കുറച്ചുപേരെങ്കിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്ന സമീപനം എടുക്കുന്നു, അവരെ തിരുത്താൻ എന്റെ സിനിമ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. കേരളത്തിലെ ഇന്ത്യയിൽ പരിശോധിക്കുന്നത് മലേഗാവ് സ്ഫോടനം നടത്തിയതാരാണ്, അല്ലെങ്കിൽ സംജോത എക്സ്പ്രസിൽ സ്ഫോടനം നടത്തിയതാരാണ്? ഹിന്ദു തീവ്രവാദ സംഘടനകൾ തന്നെ ഇവിടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അത് താങ്കൾ കാണുന്നില്ല. മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം മാത്രമേ ഈ ചർച്ചാ വിഷയമാക്കുന്നതിന്റെ പ്രചോദനം എന്താണ്? എനിക്കിവിടെയുള്ള ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഏരിയ ഏതാണ്? കാശ്മീർ ഏരിയ, പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത്. അല്ല, പിന്നെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത എവിടെയാണ്? LTTക്ക് അഗെയിൻസ്റ്റ്. പിന്നെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത എവിടെയാണ്? പഞ്ചാബിൽ. ഈ 3 മിലിറ്റൻസിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്.
അല്ല ഞാൻ മാലേഗാവ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഗുജറാത്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രതിഫലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിൽ താങ്കൾ അങ്ങേയറ്റം ഏകപക്ഷീയമായ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ചുരുങ്ങുന്നില്ലേ? ഞാൻ സങ്കുചിതമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടുള്ള ദേശസ്നേഹം, ഞാൻ കണ്ടിട്ടുള്ള പ്രോബ്ലംസ് ഇവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാശ്മീരിൽ നടന്നിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്ക് പലർക്കും അറിയില്ല ഇവിടെ എന്താണ് നടക്കുന്നത്. മച്ചിൽ എൻകൗണ്ടർ കേസിൽ സൈന്യം സ്വയം കുറ്റം സമ്മതിച്ചത് താങ്കളുടെ മനസ്സിൽ പക്ഷേ കാശ്മീരിലുണ്ടായിരിക്കും. അതിന് മുൻപും ഇതുപോലെയുള്ള ഫേക്ക് എൻകൗണ്ടർ കേസുകൾ, ഇന്ത്യൻ സൈന്യത്തെ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ പക്ഷത്ത് നിർത്തുന്ന ഒട്ടേറെ സംഭവവികാസങ്ങൾ, അതേക്കുറിച്ച് ഡോക്യു ഫിക്ഷനുകൾ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് 1958 എന്ന് പറഞ്ഞ ഒരു മൂവി തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായും അവർക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ കൂടി നാട്ടുകാരോട് പറയാനുണ്ട്. പക്ഷെ താങ്കൾക്ക് ഈ പറയുന്ന താങ്കളുടെ വ്യക്തിപരമായ എൻ്റെ വ്യക്തിപരമായിട്ടൊന്നല്ല, ഞാൻ ഇപ്പോഴും പോസിറ്റീവിൽ ചിന്തിക്കുന്ന ആളാണ്. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നരഹത്യ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ നരഹത്യ എന്നുള്ള വേർഡ് മലയാളത്തിൽ കേൾക്കുമ്പോൾ വളരെ ഭീകരമായിട്ടുള്ളൊരു വേർഡാണ്. പക്ഷെ അവിടെ നടത്തുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ ആരും അറിയാത്തൊരു ഫാക്റ്റുകളാണ്. ഈ ദേശീയത പുനർനിർവചിക്കുകയും അവനിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണല്ലോ. ദേശീയതയെ ഏറ്റവും ഒരു പൗരനെ ഏറ്റവും പെട്ടെന്ന് ഒരു വഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു വികാരമാണത്. അതിനെ വല്ലാത്ത രീതിയിൽ മറ്റൊരു മേഖലയിലേക്ക് ആളുകളെ വഴിതിരിച്ചു വിടാൻ പലരും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഹിന്ദു തീവ്രവാദികളുടെ കാര്യം നേരത്തെ പറഞ്ഞത് ആ നിലയിലുള്ള വികാരത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ്. ഇത് താങ്കൾ തിരിച്ചറിയുന്നില്ല. സിനിമകളിൽ ഇപ്പോൾ താങ്കളുടെ തന്നെ വരാൻ പോകുന്ന സിനിമയിൽ 2 ശത്രു പട്ടാളക്കാരുടെ സ്നേഹം പറയുന്നുണ്ട് എന്നാണ് വാർത്തകൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള അനുഭവങ്ങളെ താങ്കൾ എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല? എനിക്ക് അവിടെയാണ് മനസ്സിലാവാത്തത്. ഞാൻ ഏത് രീതിയിലാണ് ദേശീയതയെ വളച്ചു കെട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഓരോ സിനിമ എടുക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ ചോദിച്ചു, റേപ്പ് നടക്കുന്നുണ്ട്, ഇത് നരഹത്യ നടക്കുന്നു, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് പട്ടാളക്കാരുടെ ക്യാമ്പിനകത്തൊന്നും. അതിൻ്റെ എല്ലാം ഉത്തരം അതിൻ്റെ പരിണാമങ്ങൾ നിങ്ങൾ ആരും കാണുന്നില്ല. ഒരു പട്ടാളക്കാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് വിത്തിൻ 25 to 30 days ഇതിനകത്ത് റൂൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ആ 3 കുട്ടികളെ അവിടെ കൊന്നു, 3 ചെക്ക് പോസ്റ്റ് ജമ്പ് ചെയ്ത് പോയിട്ട് 3ാമത്തേൽ ആ പട്ടാളക്കാരൻ വെടിവെച്ചപ്പം ആ കുട്ടികൾ മരിച്ചുപോയി. അതിനുള്ള ശിക്ഷ ഓൾറെഡി തീരുമാനമായി 25 ദിവസം കൊണ്ട്. ഓക്കെ, ഈ സിനിമയിലെ ദേശസ്നേഹം പറഞ്ഞല്ലോ, ഈ ദേശസ്നേഹത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? താങ്കളുടെ ഒരു റിപ്പോർട്ടഡ് കമന്റ് ദേശസ്നേഹം എന്നാൽ ഹിന്ദുത്വത്തെ ആദരിക്കൽ എന്നുള്ളതാണ് എന്ന്. നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്ന ഈ അലിഗേഷൻസ് ഏതോ ഒരു .comനകത്ത് വന്നിട്ട് അതിനകത്ത് കുറേ വൈൽഡ് ഫയർ പോലെ പരന്നിട്ടുള്ളത്. അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മേജർ രവി കേരളത്തിലെ മുസ്ലിംസിനെ തീവ്രവാദിയായിട്ട് വിളിച്ചു എന്നുള്ളത് പറഞ്ഞെന്നുള്ളത്. ഞാനതിൻ്റെ ആദ്യം ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത് ഞാൻ ചോദിച്ചു, ഞാനതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയ ഹൈ ടെക്നോളജിയുള്ള ആൾക്കാരാണ്, എന്തുകൊണ്ട് എൻ്റെ വോയിസ് അതിനകത്ത് ഇട്ടിട്ടില്ല? സോ അത് ഇടാത്തിടത്തോളം കാലം ഞാൻ എങ്ങനെ ആ റിപ്പോർട്ടിനെ ഞാൻ മാനിക്കും? എൻ്റെ ഈ റിപ്പോർട്ട് ചെന്നതിന് ശേഷം എൻ്റെ ഇത് ശരിയായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അധികമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. First of all, I will not dare to say that because my ethics will not permit me to do that. Secondly, if I said it, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിടണത് എൻ്റെ വോയിസ്. അവിടെ സെമിനാറിൽ താങ്കൾ സംസാരിച്ചപ്പോൾ മറ്റു പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് നേരിട്ട് അറിവുണ്ടാവാൻ ഇടയുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലുള്ള കാര്യങ്ങൾ. ഇത് പറഞ്ഞിരിക്കെ താങ്കൾ പറഞ്ഞില്ല എന്ന് അവകാശപ്പെടുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഈ നിലയിൽ ഒരു വളച്ചൊടിക്കൽ ഉണ്ടായത്? You are a reporter, man. You know that. Why? Because ഞാനെന്ന വ്യക്തി അവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മാധ്യമങ്ങൾ, ഞാൻ പറയുമ്പോൾ ഡീസൻറ്റ് മാധ്യമങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും റിപ്പോർട്ട് ചെയ്ത് എൻ്റെ വേർഷൻ എഴുതിയിട്ടുണ്ട്. അവിടെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായത് മിഷൻ 90 days എന്നുള്ള പടത്തിൻ്റെ. ഞാൻ എൻ്റെ ഓരോ പടങ്ങളെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ മിഷൻ 90യുടെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു സിനിമ എടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ശ്രമിക്കാറുണ്ട്. അതിനകത്ത് ഞാൻ കാണിച്ചത്, ഞാനെന്ന വ്യക്തി 36 മണിക്കൂർ എൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ 36 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഈ ശിവരാജിനെയും ഗ്യാങ്ങിനെയും പിടിക്കാൻ വേണ്ടി അകത്ത് ചെല്ലാൻ പെർമിഷൻ കിട്ടാതിരുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരും അത് നോട്ടീസ് ചെയ്തിട്ടില്ല. ബിക്കോസ് നോബഡി വാസ് ഇൻട്രസ്റ്റഡ് ടു നോട്ടീസ് ദാറ്റ്. ഇതുവരെയും മേജർ രവി എന്ന് പറയുന്നയാൾ കോൺഗ്രസ്സുകാരെ ചോദ്യം ചെയ്യേണ്ടിയിരുന്നു എന്ന ഇതുവരെ ഇത്ര ശക്തിയായിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, ഓരോ കോൺഗ്രസ്സുകാരെ ചോദ്യം ചെയ്യണം എന്നുള്ളതല്ല. എൻ്റെ അടുത്ത് ചോദിച്ച മാധ്യമക്കാരൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മാധ്യമം എന്ന് പറഞ്ഞാൽ ഒരു പത്രക്കാരൻ, ടി വി ഓൺ ചെയ്ത് ചോദിച്ചു, ഇതിനകത്ത് സാറെന്താ പറയുന്നത്, കോൺഗ്രസ്സുകാരാണോ ഇതിന് ഉത്തരവാദി എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ ജോലിയല്ല പറയേണ്ടത്, നിങ്ങൾ അവരോട് പോയി ചോദിക്കൂ. അന്ന് രാജീവ് ഗാന്ധി മരിക്കുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരിൽ എല്ലാവരും ജീവനോടെ ഇരിപ്പുണ്ട്, അവരോട് ചോദിക്കൂ. ഇതാണ് എൻ്റെ വേർഷൻ. വ്യക്തിപരമായി ഇത് അറിയുന്ന ആളെന്നുള്ള നിലയിൽ എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ?
വി ആർ നോബഡി ടു സേ എനിത്തിങ്. ഞാൻ എന്താണെന്ന് പറഞ്ഞത് സത്യമെന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് LTTക്കാരെ അവിടെ കൊലപാതകളാക്കി മുരുകനെയും നളിനിയും എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ട് ജയിലിൽ അവിടെ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ 23 വർഷമായിട്ടും കസബനെ 2 വർഷം കൊണ്ട് തൂക്കിക്കൊല്ലാനുള്ള പെട്ടെന്ന് തീരുമാനങ്ങളാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ കേസിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല? പുഷ്പാർച്ചന നടത്താൻ പോയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് ഈ ബോംബ് പൊട്ടി അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. നമുക്കും സ്വാഭാവികമായും എന്തെങ്കിലും ഒരു സംശയം, അത്തരത്തിലുള്ള ഒരു സംശയം താങ്കൾക്ക് തോന്നിയതാണ്? നിൽക്കട്ടെ, ഇപ്പം അത് പറഞ്ഞല്ലോ. ഇപ്പം ഈ എന്താ പറഞ്ഞത്? രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്യുവിന് ഗാർലൻഡ് ചെയ്യാൻ പോയ സമയത്ത് ഉണ്ടായിരുന്നവരാരും സ്ഫോടനം നടന്നിട്ട് അത് 100 മീറ്റർ ഡിസ്റ്റൻസിൽ സ്ഫോടനം നടന്നപ്പം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ആസ് എ റിപ്പോർട്ടർ, വാട്ട് യു പീപ്പിൾ ഹാവ് ഡൺ? താങ്കൾക്ക് മണിപ്പൂരിലും നാഗാലാൻഡിലും കശ്മീരിലും ഒക്കെ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളെ ചോദിക്കും, പാലിക്കുന്നു. നടത്തിയിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് താങ്കൾക്ക് മൗനം പാലിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ രാജീവ് ഗാന്ധി വധത്തിന്റെ കാര്യത്തിൽ മാത്രം കേവല സംശയത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ താങ്കൾ മുതിരുകയും ഞാൻ IPKF ഒരു പട്ടാളക്കാരനായിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെ ആധികാരികമായിട്ട് പറയാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് മരിച്ചു വന്നിട്ടുണ്ട് അവിടുന്ന്. മരിക്കാത്ത പട്ടാളക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താണെന്ന്. എനിക്ക് അത് നിങ്ങളുടെ IPKF അവിടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ എങ്ങനെ പറയും? ഞാൻ അവിടെ പോകാത്ത ആളാണ്. ഞാൻ ബലാത്സംഗം ചെയ്തിട്ടില്ല. ഹൗ കെൻ യു ആസ്ക് ദിസ് തിങ്? പട്ടാളത്തിലേക്ക് താങ്കൾ പോയത് എങ്ങനെയാണ്? പിന്നീട് സിനിമയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? പട്ടാളത്തിലേക്ക് ഞാൻ പോയത് 10ാം ക്ലാസ് തോറ്റിട്ട് നാട് വിട്ട് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് പട്ടാളത്തിലൊരു പട്ടാളക്കാരനായിട്ട് ചേർന്നു. സാധാ പട്ടാളക്കാരനായിട്ട് ഞാൻ ചേർന്ന് 3 വർഷത്തിനകത്ത് ഞാൻ എൻ്റെ ഗ്രാജുവേഷനും 10ാം ക്ലാസ്സും പാസ്സായി. എൻ്റെ പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് 3ാം വർഷം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓഫീസർ ടെസ്റ്റിന് എഴുതുന്നത്. ഈ മേജർ രവി എന്നുള്ള പേര് കേൾക്കുന്ന AK രവീന്ദ്രൻ എന്നുള്ള ആൾ മേജർ രവി ആയിരിക്കുന്ന കീർത്തിചക്രയ്ക്ക് ശേഷമാണ്. അതുവരേക്ക് എല്ലാവരും എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും AK രവീന്ദ്രനാണ്, മേജർ AK രവീന്ദ്രൻ. ഈ മേജർ രവി എന്നുള്ള ടൈറ്റിൽ ആ പടത്തിൽ വരുന്നതാണ്. ഒരു പക്ഷേ ഈ പടം ഹിറ്റായില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ വന്നിരിക്കാനുള്ള യോഗ്യനാവില്ലായിരുന്നു. ബിക്കോസ് ആ പടം വന്നു, അതുപോലെ അങ്ങ് പോയി, ഒരാളും ശ്രദ്ധിക്കപ്പെടില്ല. ഒരുപക്ഷെ ആ പ്രിപ്പറേഷൻ ഓഫ് ദിസ് 1.5 years എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും അപ്പോൾ ഓൾ ടുഗദർ 6 വർഷത്തിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ അത് ചെയ്തിട്ടാണ് ആ ഒരു സിനിമയായിട്ട് എടുത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ എഴുത്തും ഓരോരോ കാര്യങ്ങളും സൂക്ഷ്മമായി പരീക്ഷിച്ചുകൊണ്ട് അത്രയും സമയമെടുത്ത് ചെയ്തിട്ടുള്ളൊരു സിനിമ. അങ്ങനെയാണ് ഞാനൊരു സിനിമ ഡയറക്ടറാവുന്നത്. സിനിമ ഡയറക്ടറാവുന്ന സമയത്തും ഇത് ചെയ്യുന്ന സമയത്തും പല രാത്രികളിലും നിങ്ങളറിയാത്തൊരു മേജർ രവി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കും അറിയാത്തത്. ഒറ്റയ്ക്കിരുന്നിട്ട് എഡിറ്റിംഗ് റൂമിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിലിരുന്ന് കരയും, എന്നിട്ട് മുഖം കഴുകിയിട്ട് വീട്ടിൽ പോയിരുന്ന രവി ഉണ്ടായിരുന്നു. ബിക്കോസ് നോബഡി വാസ് ദെയർ ടു സപ്പോർട്ട് മീ. കാരണം ഒരു പട്ടാളക്കാരൻ പടം ചെയ്യാണ്, അതിൻ്റെ പേരിൽ വന്നിരുന്ന ബാക്ക് ബൈറ്റിങ്സും ഇയാളെന്ത് ചെയ്യുന്നു, ഇയാളൊരു ഡോക്യുമെൻ്ററി എടുത്തുകൊണ്ട് വരുമായിരിക്കും. ഇത് സാധാരണഗതിയിൽ ഞാനെന്ന വ്യക്തിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ബിക്കോസ് അവിടെയാണ് ഞാൻ എന്നുള്ള കമാൻഡോ ഞാൻ തന്നെ നിന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ മുന്നിലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മുന്നിലോ ഞാൻ കരഞ്ഞിട്ടില്ല. കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിയട്ടിന് മുന്നിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, മോഹൻലാലിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന് പക്ഷേ തുടർച്ചയായിട്ട് ഈ ഇത്തരം സിനിമകളിൽ അഭിനയിച്ചതിന് ആർമിയുടെ അംഗീകാരം കിട്ടി. ഐ വോണ്ട് ടു ക്ലിയർ ഇറ്റ്. അതിപ്പോൾ ഈ TV-യിൽ തന്നെ ഞാനത് പറയട്ടെ. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിനിമകൾ അഭിനയിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ മമ്മൂക്ക കുറേ പട്ടാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒരിക്കലും ഇതിനകത്ത് കണക്കൂട്ടണ്ട. ഞാനിതിൻ്റെ ആരുമല്ല. മോഹൻലാൽ ഈ 2 പടങ്ങൾ കീർത്തിചക്രയും കുരുക്ഷേത്രയും കഴിഞ്ഞു. ഈ കഴിഞ്ഞ സമയത്ത് ആണ് പട്ടാളത്തിൽ നിന്ന് ഞങ്ങൾ ഈ സെൻസറിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ട് പടം ഈ കാണിക്കണം. ഇവിടുത്തെ സെൻസറിന് വരുന്നതിന് മുന്നേ ഞാൻ ഈ പടം അവിടെ കാണിക്കണം. അവിടെ കാണിക്കുമ്പോൾ സീനിയർ ഓഫീസേഴ്സ് കണ്ടപ്പോഴാണ് ദി ലുക്ക് റിയലി ഒത്തൻറ്റിക് എന്ന്. അതിനുശേഷം വന്ന 2 പട്ടാള സിനിമയ്ക്ക് വേണ്ടത്ര വരവേൽപ്പ് കിട്ടിയില്ല. ജനത്തിന് 2 പട്ടാള സിനിമ അല്ലാതെ ഒന്ന് കാന്താര സമ്മതിച്ചു. ആ കാന്താരന് ഞാൻ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അതെൻ്റെ ഒരു വലിയൊരു മിസ്റ്റേക്കായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചനെയും മോഹൻലാലിനെയും എൻ്റെ കൈ കിട്ടിയിട്ട് ഐ കുഡ് യൂസ് ഇൻ പ്രോപ്പർലി എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക്. സാഹിത്യത്തിലൊക്കെ പട്ടാള കഥകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോവിലനും നന്ദനാരും ഒക്കെ ഒരു നല്ലൊരു ധാര ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമയിൽ താങ്കൾ വന്നതിന് ശേഷമാണ് കമേഴ്സ്യൽ സിനിമയിൽ വലിയ തോതിൽ ഈ പട്ടാള സിനിമകൾ വരുന്നത്. താങ്കൾ അതിൽ നിന്ന് മുക്തനായിട്ടുമില്ല. ഈ പട്ടാള സിനിമകളിൽ നിന്നും മുക്തനാകാതെ ഇങ്ങനെ പോകാനാണോ പരിപാടി? സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമകൾ ഞാനൊരു തുറന്ന് പറയട്ടെ, ഐ എം ഗെറ്റിംഗ് ഫെഡ് അപ്പ്. ബിക്കോസ് നൗ ഐ ഫീൽ ഞാൻ വേറൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇന്നേവരെ ഞാൻ എൻ്റെ ഓരോരോ ലൈഫിനകത്ത് ഞാൻ പലതും ജമ്പ് ചെയ്തിട്ടുണ്ട്.
ഒരു കാര്യം ചെയ്തു, ഒരു 10 വർഷം ചെയ്തു, ഓക്കെ, അത് കഴിഞ്ഞു. നൗ യു ഡു സംതിങ് എൽസ്. ഇവിടെ എനിക്ക് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കമാൻഡോ ഓപ്പറേഷൻ ചെയ്തു, 10 വർഷം ഇതിനകത്ത് അവാർഡും കാര്യങ്ങളെല്ലാം കിട്ടി. നൗ ഐ വോണ്ട് ടു ഡു സംതിങ് എൽസ്. ഒരു ചേഞ്ച് ഐ ഓൾവേസ് ലുക്ക് ഫോർ ഇറ്റ്. ദെൻ ഐ കെയിം ടു സിനിമ. സിനിമയിൽ എനിക്ക് കിട്ടേണ്ട പേരും പ്രശസ്തിയും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ ന്യൂസിൽ കാണുന്നുണ്ട്, ഇപ്പോൾ കാശ്മീരിൽ അവിടെ ഇവിടെ എൻകൗണ്ടേഴ്സൊക്കെ നടക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചു, പേഴ്സണലായിട്ട് നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളുടെ ആൾക്കാരും ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ആ റിസ്ക് എടുക്കാൻ ഇനി മേജർ രവി തയ്യാറായിരിക്കും. കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ BJP സർക്കാർ എടുത്തിരിക്കുന്ന സമീപനങ്ങൾ, സവിശേഷ പ്രത്യേക പദവി, ഇതിലെല്ലാം എടുത്തിരിക്കുന്ന സമീപനം, അത് ശരിയാണെന്നാണ് താങ്കളുടെ അഭിപ്രായം? അവിടുത്തെ ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറയുന്നത് ഈ 370 ആർട്ടിക്കിളാണ്. ആർക്കെങ്കിലും അറിയോ നിങ്ങൾക്ക് 370 ആർട്ടിക്കിളിൻ്റെ ഡാമേജസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? പ്രേക്ഷകർക്കറിയാമോ? നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ 370 ആർട്ടിക്കിളിൻ്റെ എന്താണ് ഈ 370 ആർട്ടിക്കിൾ എന്നുള്ളത്? പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം ഇനി മേജർ രവി രാഷ്ട്രീയത്തിലേക്ക് ആ ചോദ്യം ചോദിക്കാൻ നമുക്ക് അവസാനിപ്പിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഇൻ ടു രാഷ്ട്രീയം. പക്ഷേ ഇത് ഞാൻ ഇവിടെ നിന്നിട്ട് ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, ടുഡേ ഇഫ് ദ ഗവൺമെൻറ് കോൾസ് മീ ബാക്ക് ടു ദ ആർമി, എന്നെ പട്ടാളത്തിലേക്ക് തനിക്ക് വരാൻ തയ്യാറാണോ, അവിടെ കിടന്ന് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ എന്ന് ചോദിച്ചാൽ ഐ ലീവ് എവറിത്തിങ് ആൻഡ് ഐ ഗോ ദെയർ. അല്ല, സർക്കാരിന് ഒരുപക്ഷെ വേറെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിലോ? വേറെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയപരമായിട്ട് ഐ വിൽ നോട്ട് ബി ഞാൻ പറഞ്ഞുതരാം, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് എനിക്കറിയാവുന്ന ജോലി അതാണ്. എനിക്ക് ഇന്നും ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം. കേരളത്തിൽ BJPക്ക് ഒരു 70+ പ്ലാൻ ഉണ്ട്. അതിൽ കുറെ കലാകാരന്മാരുടെ പേരും, അത് കലാകാരന്മാരുടെ പേര് എന്ന് പറഞ്ഞാൽ അത് അവരങ്ങനെ വരുന്നുണ്ടെങ്കിലും ഞാനിവിടെ ഒരു കലാകാരനായിട്ട് നിൽക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നെ മുകളിലോട്ട് കാശ്മീർ ഏരിയ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് കേരളത്തിനകത്ത് എനിക്ക് എന്ത് ചെയ്യാനാണ് പറ്റുന്നത്? മേജർ രവിക്ക് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ സിനിമ എടുത്തതിൽ ഇനിയിപ്പോൾ കുറച്ച് മടുപ്പ് തോന്നുന്നു പറയും. മടുപ്പ് തോന്നാൻ കാരണം ഉള്ള പട്ടാള കഥകളൊക്കെ കഴിഞ്ഞു. ഒരിക്കലും ഇല്ല. അങ്ങനെ മേജർ രവി ടയർഡ് അതല്ല. മേജർ രവി ഇപ്പോഴും പറയുന്നുണ്ട്, മേജർ രവി ഈ 58 വയസ്സിലും ഐ എം റിട്ടയർഡ് ബട്ട് നോട്ട് ടയർഡ്. സോഷ്യൽ മീഡിയയിൽ താങ്കൾ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ച് വലിയ വിമർശനം ഉണ്ടായെന്ന് പറഞ്ഞു. താങ്കളുടെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള കമൽ പറഞ്ഞു താങ്കൾ പ്രേക്ഷകരോട് എന്റെ സഹപ്രവർത്തനാണെന്നുള്ള ആര് പറഞ്ഞു? അങ്ങനെയാണല്ലോ നിങ്ങളുടെ പ്രവർത്തനം. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരാൾ വ്യക്തിപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചെങ്കിൽ താങ്കൾ അതിനകത്ത് പ്രിയദർശൻ താങ്കളുടെ ഗുരുനാഥനും കൂടിയാണ്, സിനിമയിലെ ഗുരുനാഥനും കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഇവരൊക്കെ ഏറെക്കാലമായി ബന്ധമുള്ള ആ ലോകത്ത്, സിനിമാ ലോകത്ത് ജീവിക്കുന്ന ആളിങ്ങനെ പറയുമ്പോൾ സങ്കടം ഉണ്ടാവണ്ടേ? എൻ്റെ സങ്കടത്തിന് ആർക്ക് വില? ഇല്ലല്ല, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഈ ന്യൂസ് വന്നു തൊട്ടിട്ട് ഞാനെന്ന വ്യക്തിക്ക് ഒരു ഹാർഡ് ഹൃദയം ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളറിയാത്ത, ഞാൻ പറഞ്ഞില്ലേ, കീർത്തിചക്ര സമയത്ത് ഒറ്റയ്ക്കിരുന്ന കരഞ്ഞൊരു മേജർ രവിയുണ്ട്. സോ എവറിബഡി ഹാസ് ഗോട്ട് എ സോഫ്റ്റ് ഹാർട്ട്. സംഘപരിവാർ രാഷ്ട്രീയത്തോട് യോജിപ്പുണ്ടോ? സംഘപരിവാർ ഇപ്പൊ ഈ ഇതിൽ പറഞ്ഞ പരാമർശങ്ങൾ മാറ്റിവെക്കുക, മറിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തോട് മേജർ രവിക്ക് യോജിപ്പുണ്ടോ? സംഘപരിവാർ രാഷ്ട്രീയം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങൾ ഏത് ടെക്സ്റ്റിലാണ് ഈ ചോദിക്കുന്നത്? സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ്, അതുകൊണ്ടാണ് സംഘപരിവാറിനെ നമ്മൾ എപ്പോഴും അങ്ങനൊരു ലുക്കിൽ നോക്കുന്നത്. അതിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് അത്ര പരത്തി പറയാതെ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലൈനിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, യോജിക്കാം. യെസ്, മോദി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോട് അതിനോട് യോജിപ്പുണ്ടോ? യോജിക്കുന്നുണ്ട്. അതെൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നിലപാടെന്നുള്ള നിലയ്ക്ക് ഞാനത് യോജിക്കുന്നുണ്ട്. BJP എന്നുള്ളത് ഞാൻ യോജിക്കുന്നുണ്ട്. അവസാനമായി താങ്കൾ ഇപ്പോൾ കരുതുന്നുണ്ടോ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധി വധക്കേസിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് ഒറ്റ വാക്കിലുള്ള ഒരു ഉത്തരം? ഐ കനോട്ട് സേ ഇറ്റ്, ബട്ട് നിങ്ങളെല്ലാവരും സംശയിക്കുന്ന പോലെ ഇവിടെ ചോദിച്ചുള്ള ആ സംശയങ്ങൾ ഇന്നും എൻ്റെ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ട്. അതിനൊരു ഉത്തരം കാണാൻ നമ്മൾ ഒന്നുകൂടെ ചെയ്ഞ്ഞ് നോക്കണ്ടേ എന്നുള്ളതാണ്. വളരെയധികം നന്ദി ശ്രീ മേജർ രവി. താങ്ക് യു സോ മച്ച്. മീറ്റ് ദ എഡിറ്റേഴ്സ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.